രാഹുൽ ഈശ്വർ ഈ കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ പല പരാമർശങ്ങളും നമ്മളുടെ ശ്രദ്ധയിലുണ്ട്. അതായത് പൊതുസമൂഹത്തിൽ പലരും അത് ശരിയാണെന്ന് വിശ്വസിക്കുക പോലും ചെയ്തതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ പക്ഷേ അതൊന്നും ജാമ്യാപേക്ഷയിൽ പോലും, മുൻകൂർ ജാമ്യാപേക്ഷയിൽ പോലും പരാമർശിക്കാത്ത കാര്യങ്ങളാണ് രാഹുലിന് അനുകൂലമായ വാദങ്ങളായി രാഹുൽ ഈശ്വർ സമൂഹ മാധ്യമങ്ങളിൽ മുന്നോട്ട് വെച്ചത്. അതിലേറ്റവും പ്രധാനമായിരുന്നു ഈ പെൺകുട്ടി അല്ലെങ്കിൽ ഈ യുവതി വിവാഹിതയാണെന്ന കാര്യം മറച്ചു വെച്ചുകൊണ്ടാണ് രാഹുലുമായി സൗഹൃദം ഉണ്ടാക്കിയതെന്നായിരുന്നു രാഹുൽ ഈശ്വറിന്റെ ആദ്യ ദിവസത്തെ വീഡിയോയിലെ വാദം. പക്ഷേ അങ്ങനെ ഒരു വഴക്ക് പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതായാലും ജാമ്യാപേക്ഷയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് മാത്രമല്ല, വിവാഹിതയായിരുന്നു എന്ന് അറിയാം, ആ അറിവ് തനിക്കുണ്ടായിരുന്നു എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ കൃത്യമായി ഈ ജാമ്യാപേക്ഷയിൽ പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു തരത്തിലും രാഹുൽ മാങ്കൂട്ടത്തിന് ഉപകാരപ്പെടുന്നതൊന്നുമല്ല ഈ വീഡിയോകളിൽ പോസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന് നിയമവഴിയിൽ പോലും കൂടുതൽ കുരുക്കായേക്കാമെന്ന് പല അഭിഭാഷകരും വിമർശിക്കുക വരെ ചെയ്തതാണ് ഈ രാഹുൽ ഈശ്വറിന്റെ പോസ്റ്റുകൾ. പക്ഷേ എന്തിനാണ് ഇത്തരത്തിലുള്ള അധിക്ഷേപം, അത് ആ യുവതിയെ ഇത്രത്തേരം കരിവാരി തേക്കുന്നത് അല്ലെങ്കിൽ അവരുടെ മാനസികമായി തളർത്തുന്നതെന്ന് മനസ്സിലാവുന്നില്ല. കേസ് നിയമ നടപടികൾ ഈ തുടങ്ങിയ ഘട്ടത്തിൽ തന്നെ ഇത്ര വലിയ അറ്റാക്ക് ഒരുപക്ഷെ ഇതിനു മുമ്പൊരു സംഭവത്തിലും അല്ലെങ്കിൽ ഈ അടുത്ത കാലത്തൊന്നും ഒരു പരാതിയിലും ഈ അതിജീവിതം നേരിടാത്ത സമാനതകളില്ലാത്തൊരു ആക്രമണമാണ് രാഹുൽ ഈശ്വറിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. രാഹുൽ ഈശ്വറിനെതിരെ ഇപ്പോൾ പോലീസിന്റെ നടപടി വരികയാണ്. സൈബർ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഉടൻ തന്നെ രാഹുൽ സ്വന്തം വാഹനത്തിൽ പോലീസിന് മുന്നിലേക്ക് എത്തും. ഒപ്പം ഡിജിറ്റൽ ഡിവൈസ് കൂടി ഹാജരാക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ചോദ്യം ചെയ്യലിന് തുടർച്ചയായി അറസ്റ്റിലേക്കൊക്കെ പോകുമോ എന്നത് അറിയില്ല. ഏതായാലും ഏതൊക്കെ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്, കേസ് എടുത്തിരിക്കുന്നതെന്ന് അറിയില്ല. നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മൊഴി നൽകിയ യുവതിയാണ് ഇപ്പോൾ രാഹുൽ ഈശ്വറിന്റെ ഈ അധിക്ഷേപത്തിനെതിരെയും സൈബർ അധിക്ഷേപത്തിനെതിരെയും പരാതി നൽകിയിരിക്കുന്നത്. അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിൽ അദ്ദേഹം പലരെയും കൈയടിക്കുന്നുണ്ടായിരുന്നു. ഈ യുവതിയുടെ ചിത്രമടക്കം പുറത്തുവിട്ട സന്ദീപ് വാര്യർ അദ്ദേഹം തീപ്പന്തമായി എന്നാണ് ഒരു പോസ്റ്റിൽ രാഹുൽ ഈശ്വർ വിശേഷിപ്പിച്ചത്. ഏതായാലും ആ കയ്യടികൾക്കും അദ്ദേഹത്തിന്റെ അധിക്ഷേപ പോസ്റ്റുകൾക്കുമൊക്കെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ നടപടി വരുന്നു. നേരത്തെ തന്നെ ഈ പോലീസ് ഇത്തരത്തിൽ ഈ സൈബർ അധിക്ഷേപത്തിൽ നടപടിയിലേക്ക് നീങ്ങുന്നു എന്ന വിവരമുണ്ടായിരുന്നു. അതിജീവിതയെ വലിയ തോതിൽ മാനസികമായി തളർത്തുന്ന അല്ലെങ്കിൽ അവരെ അങ്ങേയറ്റം കടന്നാക്രമിക്കുന്ന, അധിക്ഷേപിക്കുന്ന, അപമാനിക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അത്രയും. ഒരു ദിവസം തന്നെ 3-4 വീഡിയോകളാണ് രാഹുൽ ഈശ്വറിന്റെ പ്രൊഫൈലിൽ നിന്ന് പുറത്തു വരുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം പുറത്തുവിട്ടതൊക്കെയും. ഷഫീദ് റാവുത്തർ തുടരുന്നുണ്ട്. ഷഫീദ്, ഒരുപക്ഷെ സമാനതകളില്ലാത്ത സൈബർ അധിക്ഷേപം, ആക്രമണം നേരിട്ടു ആ യുവതി എന്നതിൽ സംശയമില്ല. മാത്രമല്ല, ഇവരുടെ യുവതിയുടെ ഐഡന്റിറ്റി അല്ലെങ്കിൽ ചിത്രമൊക്കെ പുറത്തുവിട്ട സന്ദീപ് വാര്യർക്ക് കൈയടിച്ച് സന്ദീപ് വാര്യർ തീപ്പന്തമായി എന്ന ടൈറ്റിലാണ് ഒരു വീഡിയോ രാഹുൽ ഈശ്വർ പുറത്തുവിട്ടത്. പക്ഷേ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നിയമ നടപടിയിലേക്ക് വന്നു നിൽക്കുകയാണ്. രാഹുൽ ഈശ്വർ ഇത്തരത്തിൽ ഈ സൈബർ അധിക്ഷേപത്തിൽ ഒരു ഹാബിച്വൽ ഒഫൻഡർ ആണെന്ന് പറയേണ്ട തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മുൻപും പല നടപടികളും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ കടുത്ത നടപടികളിലേക്ക് പോലീസ് പോയാൽ അതിൽ അതിശയപ്പെടേണ്ടതില്ലല്ലോ. ഗോകുൽ, ഈ വിഷയത്തെ, അതായത് ഈ കേസിനെ വളരെ പ്രാധാന്യത്തോടെ കാണുന്നുണ്ട് പോലീസ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ പരാതി വരുന്നു, പരാതിക്ക് പിന്നാലെ പോലീസ് കേസെടുക്കുന്നു, കേസെടുത്തതിന് പിന്നാലെ പൗടിക്കോണത്തെ രാഹുൽ ഈശ്വറിന്റെ വീട്ടിലേക്ക് നേരിട്ട് സൈബർ പോലീസ് സംഘം എത്തുന്നു. അതിനുശേഷം ഹാജരാകണമെന്നുള്ള നിർദ്ദേശം നൽകുന്നു. 1 മണിക്കൂറിനുള്ളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ സൈബർ സ്റ്റേഷന് മുന്നിൽ ഹാജരായതിനു ശേഷം അദ്ദേഹത്തെ ആദ്യം സൈബർ സ്റ്റേഷനിലും പിന്നീട് ഇപ്പോൾ നന്ദാവനം AR ക്യാമ്പിലേക്കും അദ്ദേഹത്തെ മാറ്റിയിട്ടുണ്ട്. നന്ദാവനം AR ക്യാമ്പിൽ സൈബർ ACP നേരിട്ട് അദ്ദേഹത്തെ ചോദ്യം ചെയ്യും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. കാരണം ഇതിനോടകം തന്നെ രാഹുൽ ഈശ്വർ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോകൾ, അതേപോലെ തന്നെ ചില കമന്റുകൾ, അതിനൊപ്പം ചാനൽ ചർച്ചകൾ, അദ്ദേഹത്തിന്റെ പ്രതികരണം, അതടക്കമുള്ള കാര്യങ്ങൾ ശേഖരിച്ച് പരിശോധിച്ചിരുന്നു. ഈ പരിശോധിച്ചതിൽ നിന്നാണ് ഇരയെ, അതല്ലെങ്കിൽ അതിജീവിതയെ അധിക്ഷേപിക്കാൻ രാഹുൽ ഈശ്വർ ശ്രമിച്ചു, അല്ലെങ്കിൽ രാഹുൽ ഈശ്വർ അധിക്ഷേപിച്ചു എന്നുള്ള കണ്ടെത്തൽ സൈബർ പോലീസ് നടത്തുകയും അതിന് പിന്നാലെ രാഹുലിനെ കസ്റ്റഡിയിലെടുത്തുള്ള ചോദ്യം ചെയ്യലിലേക്ക് അന്വേഷണ സംഘം പോവുകയും ചെയ്തത്. ഇനി ഇക്കാര്യത്തിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഇതേ സ്വഭാവത്തിൽ, ഇതേ കേസിൽ ഒരു വനിതാ അഭിഭാഷക സന്ദീപ് വാര്യർ, ഇവരൊക്കെ ഒരു പക്ഷേ ചോദ്യം ചെയ്യലിന് വിധേയമാകും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മാത്രവുമല്ല, അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് സൈബർ പോലീസ് കടക്കുകയും ചെയ്യും. ഇന്ന് രാവിലെ കൂടി സംസ്ഥാനത്തിന്റെ ക്രമസമാധാന വിഭാഗം ചുമതലയുള്ള ADGP H വെങ്കടേഷ് പോലീസിന് നൽകിയ നിർദ്ദേശം, അത് ഈ പെൺകുട്ടിയുടെ പരാതിയിൽ അധിക്ഷേപ പരാതി ഗൗരവത്തോടെ കാണണമെന്നും അക്കാര്യത്തിൽ തുടർ നീക്കങ്ങൾ വേഗത്തിലാക്കണം എന്നുള്ളതുമായിരുന്നു. കാരണം അത്രയ്ക്കധികം അധിക്ഷേപം സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ പെൺകുട്ടിക്കെതിരെ, പരാതിക്കാരിയായ പെൺകുട്ടിക്കെതിരെ ഉണ്ടായിരുന്നു. ഈ സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് വളരെ ഗൗരവത്തിലുള്ള
അന്വേഷണത്തിന് സംസ്ഥാനത്തിന്റെ ക്രമസമാധാന വിഭാഗം ചുമതലയുള്ള ADGP നിർദ്ദേശം നൽകിയത്. നിലവിൽ ഇപ്പോൾ നന്ദാവനം AR ക്യാമ്പിൽ രാഹുൽ ഈശ്വർ ഉണ്ട്. അദ്ദേഹത്തെ സൈബർ ACP നേരിട്ട് ചോദ്യം ചെയ്യും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഗൗരവത്തിലുള്ള ചില കാര്യങ്ങൾ അദ്ദേഹത്തിനെതിരായിട്ടുള്ള FIR-ൽ ചുമത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. FIR-ലെ വിവരങ്ങൾ അല്പസമയത്തോളം നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരുപക്ഷെ നിർണായകമായ നീക്കത്തിലേക്ക് കടക്കുകയാണ്. ഈ സോഷ്യൽ മീഡിയ അറ്റാക്കിങ്ങിൽ വളരെ നിർണായകമായ നീക്കത്തിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നു. സമാനമായി തിരുവനന്തപുരം റൂറൽ പോലീസും ചില FIR-കൾ ഇട്ട് അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതൊരു വലിയ ഗൗരവമുള്ള സംഭവമായി മാറും. മാത്രവുമല്ല, ഈ പെൺകുട്ടിക്കെതിരെ അധിക്ഷേപ പരാമർശങ്ങൾ ഏതു മാധ്യമത്തിൽ നടത്തിയോ ആ മാധ്യമങ്ങൾ നടത്തിയ ആളുകളെ മുഴുവൻ ആ വിവരങ്ങൾ അത് പോലീസ് ശേഖരിച്ചു വരികയാണ്. ഗോകുൽ, ഷഫീദ, മാത്രമല്ല പല കേസുകളിലും രാഹുൽ ഇത്തരത്തിൽ നടിയെ ആക്രമിച്ച കേസിലൊക്കെ രാഹുൽ ഈശ്വർ ആർക്കൊപ്പമാണ് അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയാണ് വാദിക്കുന്നത് നമ്മൾ കാണുന്നതാണ്. പക്ഷേ ഈ കേസിന്റെ പ്രത്യേകത, ഈ കേസ് അതിന്റെ നിയമ നടപടികളിലേക്ക് തുടങ്ങിയിട്ടേ ഉള്ളൂ, അല്ലെങ്കിൽ കോടതിയിൽ ഒരു വാദമൊന്നും നടന്നിട്ടില്ല. എങ്കിൽ പോലും രാഹുൽ ഈശ്വർ പറയുന്ന ഒരു വാദഗതിയും അല്ലെങ്കിൽ രാഹുൽ ഈശ്വർ ചൂണ്ടിക്കാണിച്ച അതിജീവിത വിവാഹിതയായിരുന്നു, അത് മറച്ചു വെച്ചിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലുമായി സൗഹൃദമുണ്ടാക്കിയത് എന്ന ആക്ഷേപമാണ് ആദ്യ ദിവസം തന്നെ രാഹുൽ ഈശ്വർ വാദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ്. പക്ഷേ ആ പോയിന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ അയാളുടെ ജാമ്യാപേക്ഷയിൽ എവിടെയും പരാമർശിച്ചിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം. പല നിയമവിദഗ്ധരും പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ തന്നെ വെട്ടിലാക്കുന്ന അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമാണ് രാഹുൽ ഈശ്വറിന്റെ വാദങ്ങൾ അല്ലെങ്കിൽ ഈ വീഡിയോകളെന്ന് കരുതുന്നവർ തെറ്റിദ്ധരിക്കപ്പെടുന്നു, അല്ലെങ്കിൽ ഇത് രാഹുലിനെ കുടുക്കുന്നതാണ് ഇത് ഈ രാഹുൽ ഈശ്വറിന്റെ വാദങ്ങളെന്നാണ് പലരും വിലയിരുത്തുന്നത്. ഗോകുൽ, ഉറപ്പായിട്ടും അതൊരു കാര്യം മാത്രമല്ല. അതായത് ആദ്യ വിവാഹം മറച്ചു വെച്ച് അല്ലെങ്കിൽ വിവാഹത്തിലിരിക്കെ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ഈ പെൺകുട്ടി ബന്ധപ്പെട്ടു എന്നുള്ളത് ഒന്നാമത്തെ വാദം. രണ്ടാമത്തെ വാദ്യം ഒരു ലേറ്റ് FIR ആണ്. മൂന്നാമത്തേത് ഈ പെൺകുട്ടി പിന്നീട് എന്തു മനസ്സിലാക്കിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടുന്നത്. ഈ കൺസെൻഷ്വൽ സെക്സ് എന്ന് പറയപ്പെടുന്ന ഒഫൻസിനെ തന്നെ, അതല്ലെങ്കിൽ അതൊരു ഒഫൻസ് അല്ല എന്ന രീതിയിൽ തന്നെ അതിന്റെ പലതരത്തിലുള്ള മാനങ്ങൾ, ഡയമെൻഷൻസ് സുപ്രീം കോടതിയൊക്കെ പലതരത്തിൽ നിർവചിക്കുന്ന ഒരു സമയത്ത് പോലും അതിനെ ആ പൂർണ്ണ അർത്ഥത്തിൽ തള്ളുന്ന തരത്തിലേക്കുള്ള കാര്യമാണ് രാഹുൽ ഈശ്വറിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതടക്കം ഗൗരവമായി ഇപ്പോൾ പോലീസ് കാണുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഈ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിലേക്ക് ചില നീക്കങ്ങൾ രാഹുൽ ഈശ്വറിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ള ചില പരാതി കൂടിയുണ്ട്. അതിന് രാഹുൽ ഈശ്വർ മാത്രമല്ല, രാഹുൽ ഈശ്വറിനൊപ്പം മറ്റു ചില ആളുകളെ കൂടി പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. മാത്രവുമല്ല, ഈ പെൺകുട്ടിയുടെ ചിത്രങ്ങൾ, അവരുടെ സ്വകാര്യമായിട്ടുള്ള ചില സംഭാഷണങ്ങൾ ഇതടക്കം പുറത്തേക്ക് ഇവർ വിടാൻ സഹായകരമായി എന്നുള്ള കണ്ടെത്തൽ സൈബർ പോലീസിനെ സംബന്ധിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഈശ്വറിന്റെ ലാപ്ടോപ്പുകൾ, അദ്ദേഹത്തിന്റെ ഫോണുകൾ, അദ്ദേഹം ഉപയോഗിക്കുന്ന മറ്റ് ഗാഡ്ജറ്റ്സുകൾ, അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ എക്യുപ്മെന്റ്സുകൾ ഇത് മുഴുവൻ ഹാജരാക്കാൻ സൈബർ പോലീസ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ശാസ്ത്രീയ പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ ഇക്കാര്യത്തിൽ നടക്കും. ഒരുപക്ഷെ മുൻപ് ഉള്ള കേസുകളിലെ പോലെയല്ല രാഹുൽ ഈശ്വറിന് ഈ കേസ് ഒരു തലവേദനയായി മാറാനുള്ള സാധ്യത അത് വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് ഗോകുൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കോടതിക്ക് മുൻപിൽ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ മാത്രമുള്ള ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഈ രീതിയിൽ രാഹുൽ ഈശ്വറിന്റെ പ്രവർത്തനം പോയത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ നന്ദാവനം AR ക്യാമ്പിൽ നിന്ന് പല വാഹനങ്ങൾ ഇറങ്ങിപ്പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സ്വാഭാവികമായും ഇവിടെ ഇനി സൈബർ ACP നേരിട്ടെത്തി രാഹുൽ ഈശ്വറിനെ ചോദ്യം ചെയ്ത് അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ കേട്ട് ഇതൊരു സൈബർ കേസ് ആയതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ഫ്രെയിമുകൾ ഇക്കാര്യത്തിൽ പ്ലേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. മാത്രവുമല്ല, ഇതിന്റെ മറ്റ് ശാസ്ത്രീയ പരിശോധന അതടക്കമുള്ള കാര്യങ്ങൾ ഏത് വിധത്തിൽ വേണം എന്നുള്ള കാര്യം പോലീസിന് നിശ്ചയിക്കണം. അതിന്റെ ഒരു കാലതാമസം ഉണ്ടാകും. പക്ഷേ ഈ പരാതി വന്ന് മണിക്കൂറുകൾ തികയും മുൻപ് രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്ന നടപടിയിലേക്ക് സൈബർ പോലീസ് കടന്നിട്ടുണ്ട്. ഗോകുൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.